കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശം അന്തിമ രൂപം നൽകിയ ശേഷം ഇപ്പോൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്കായുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഒറ്റപ്പേരിലേക്ക് എത്താത്ത മണ്ഡലങ്ങളിലാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. പെരുമ്പാവൂരിൽ സിറ്റിംഗ് എംഎൽഎ എൽദോസ് കുന്നപ്പിള്ളിക്കെതിരെയുള്ള ആരോപണം AICC പരിശോധിക്കും. കുന്നപ്പിള്ളിയെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഉയർന്നു വന്ന കൂടുതൽ പേരുകളും ചർച്ചയാകും. തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. തൗഫീഖ്, അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. അതിൽ തന്നെ പല മണ്ഡലങ്ങളിലും ഒറ്റ പേരുകളല്ല, പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് എൽദോസ് കുന്നപ്പിള്ളിയുടെ കാര്യങ്ങളിലൊക്കെ ഇനി ഒരുപക്ഷെ AICC ആയിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുക. അങ്ങനെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് സജീവ ചർച്ചയിൽ വരുന്നത്? എപ്പോഴാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുക? ജൽസി 31 പേരുടെ ആദ്യഘട്ട പട്ടികയ്ക്ക് കഴിഞ്ഞ ദിവസം AICC അംഗീകാരം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാം ഘട്ട സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ഈ ഒറ്റപ്പേരിലേക്ക് എത്താത്ത മണ്ഡലങ്ങളുണ്ട്. അവിടെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേരുകളാണ് ആ മണ്ഡലത്തിലേക്ക് കേൾക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ചർച്ചയായിരിക്കും ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നടക്കുകയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സണ്ണി ജോസഫും VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. AICC ആസ്ഥാനത്തായിരിക്കും ഈ യോഗം ചേരുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പിള്ളിയുടെ പേര് കഴിഞ്ഞ തവണ പരിഗണിച്ചിരുന്നില്ല. കാരണം എൽദോസിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലെ റിപ്പോർട്ടുകൾ AICC പരിശോധിച്ചിട്ടില്ല. ആ റിപ്പോർട്ടുകൾ ഇന്ന് AICC പരിശോധിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും എൽദോസിനെ അവിടെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. കഴിഞ്ഞ ദിവസം എൽദോസ് കുന്നപ്പിള്ളി ഡൽഹിയിൽ എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ചർച്ചകൾക്കായിട്ട് എൽദോസ് ഡൽഹിയിൽ നിന്ന് മടങ്ങിയതിനു ശേഷമായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നത്. എന്നാൽ ആ 31 പേരുടെ പട്ടികയിൽ നിന്ന് എൽദോസിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. പകരം രണ്ടാമത്തെ യോഗത്തിൽ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താമെന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലൊരു ധാരണയായത്. പെരുമ്പാവൂർ, അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിൽ ഉയർന്ന 3 പേരുകൾ ഈ ഇവിടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൽദോസ് കുന്നപ്പിള്ളിയെ തന്നെ പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് തന്നെ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടാതെ പാലക്കാട്, തൃപ്പൂണിത്തറ എന്നീ സിറ്റിംഗ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇന്നെത്താനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിന് പകരം ആരെയാണ് അവിടെ മത്സരിപ്പിക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ ഇന്നൊരു പക്ഷേ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചർച്ച ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം MPമാരുടെ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായേക്കും. നിലവിൽ MPമാർ മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ സുധാകരനെ ഉൾപ്പെടെ അനുനയിപ്പിക്കാനുള്ള ഒരു തീരുമാനം സണ്ണി ജോസഫിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. സുധാകരനുമായി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് തന്നെ ചർച്ച നടത്തിയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് സുധാകരൻ ഉൾപ്പെടെയുള്ള MPമാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് നിലവിലുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് MPമാർ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അത് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ആ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറിയിച്ചിരുന്നത്. സുധാകരനും അതോടൊപ്പം തന്നെ MK രാഘവൻ, കൊടുക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളാണ് മത്സര സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതുകൊണ്ട് ഇവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇന്നെന്തായാലും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യും.